السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ തക്ഫീനുൽ മയ്യിത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ദഫ്നാണ്. നമ്മൾ പറഞ്ഞിരുന്നു മയ്യിത്ത് നിസ്കാരം ഫർദ് കിഫായാണ്, മയ്യിത്തിനെ കുളിപ്പിക്കൽ ഫർദ് കിഫായാണ്, തക്ഫീൻ ചെയ്യൽ ഫർദ് കിഫായാണ്, അതുപോലെ തന്നെ ദഫ്ന് ചെയ്യലും ഫർദ് കിഫായാണ്. ദഫ്നിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. മയ്യിത്തിനെ നമ്മൾ ദഫ്ൻ ചെയ്യണം. ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലാണ് ദഫ്ൻ ചെയ്യേണ്ടത്. എന്താണ് ആ കുഴീൻ്റെ കണ്ടീഷൻസ്, നിബന്ധനകൾ? അത് മൂടിക്കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിൻ്റെ വാസന പുറത്തേക്ക് വരാൻ പാടില്ല. മയ്യത്ത് ചീഞ്ഞളിഞ്ഞ് പോകും, മണ്ണിൽ ലയിച്ച് ചെയ്യുന്ന സമയത്ത് വാസന പുറത്തു വരാത്ത രീതിയിൽ. അതുപോലെ തന്നെ വലിയ പിടിമൃഗങ്ങൾക്ക്, വലിയ വലിയ മൃഗങ്ങൾക്കൊന്നും അതും ആ കോഴി മാന്തിയിട്ട് മയ്യത്തിൻ്റെ ശരീരത്തെ ഭക്ഷിക്കാൻ സാധിക്കാത്തതാവണം. ഈ രണ്ട് കണ്ടീഷൻസ് അതുണ്ട്. അതുപോലെ തന്നെ കുഴി ആവണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി, ഒരാൾ നേരെ ഭൂമിയിൽ നിലത്ത് കുഴിയൊന്നും കുഴിക്കാതെ നിലത്ത് വെച്ച് കണ്ടതിൻ്റെ മുകളിൽ എന്തെങ്കിലും കെട്ടിപ്പടുത്തുണ്ടാക്കുക, അതും പറ്റുകയില്ല. കാരണം കുഴി തന്നെ വേണം. ഇനി ഒരാൾ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക മരണപ്പെട്ടു. കരയിലേക്ക് എത്താൻ ഒരുപാട് സമയമുണ്ട്. അപ്പോഴേക്കും മയ്യത്ത് കരയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മയ്യത്ത് എന്ത് ചെയ്യും? അകം ഉരുമ്പി ദ്രവിച്ച് സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ മയ്യത്തിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ച് കെട്ടിക്കാണ്ട് കടലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എറിയാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഭാരം എന്തെങ്കിലും വെച്ച് കെട്ടണം. കാരണം മയ്യത്ത് കടലിൽ താന്നു പോകാൻ വേണ്ടി, മറ്റേത് കടലിന് മുകളിൽ എന്ത് ചെയ്യും? പൊന്തി നിൽക്കും. ഇനി ഒരു നാട്ടിൽ നമ്മൾ എത്ര കുഴി കുത്തിയാലും നമ്മൾ മറമാടി പോകുന്നതിന് ശേഷം അവിടുത്തെ മൃഗങ്ങളൊക്കെ ഒന്ന് കണ്ടതിന് ആ കുഴി മാന്തി തുറന്ന് മയ്യത്തിനെ ഭക്ഷിക്കുന്ന ഒരു പതിവുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ മാന്താതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ബിനാഗ്, ഒരു സാധനം സിമൻ്റ് കൊണ്ടൊക്കെ അതിൻ്റെ മുകളിൽ ബിനാഗ് ചെയ്യൽ, എന്തെങ്കിലും എടുപ്പുണ്ടാക്കൽ നിർബന്ധമാകുന്നു. ഖബറിൻ്റെ രീതി എങ്ങനെയാകുന്നു? 4.5 മുഴം സിറാഉൽ യദ്, നമ്മുടെ യദിൻ്റെ സിറാവ്, അതനുസരിച്ച് 4.5 മുഴം എന്തുണ്ടാവണം? താഴ്ച ഉമുക്കുണ്ടാവണം. അതുപോലെ തന്നെ മയ്യത്തിനെ കിടത്തുന്ന സമയത്ത് ഖിബിലയിലേക്ക് നേരെയാണ് കിടത്തേണ്ടത്. അതുപോലെ മുഖത്തുള്ള കഫൻ പുടവ നീക്കിയിട്ട് അത് മണ്ണിനോട് ചേർത്ത് വെക്കൽ സുന്നത്താകുന്നു. അതുപോലെ തന്നെ ആ തല അല്പം ഉയർത്തി വെക്കലും, അവിടെ തലൻ്റെ നമ്മൾക്കൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ, മയ്യത്തിൻ്റെ തലയുടെ ഭാഗത്ത് അടിയിൽ അല്പം മണ്ണ് വെച്ച് കണ്ട് തല അല്പം ഉയർത്തി വെക്കും. അങ്ങനെയൊക്കെ വെക്കൽ എന്താകുന്നു? സുന്നത്താകുന്നു. ഇനി വ്യത്യസ്ത ജിൻസിൽപ്പെട്ട ആൺ പെൺ, വ്യത്യസ്ത ജിൻസിൽപ്പെട്ട 2 ആളെ ഒരേ ഖബറിൽ മറമാടൽ ഹറാമാണ്. അവർക്കിടയിൽ അവർ മഹറമല്ലെങ്കിൽ, അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും മരിച്ചു, 2 പേരെയും ഒരു ഖബറിൽ മറമാടൽ കറാഹത്താണ്, ഹറാമല്ല. നേമറിച്ച് ഏതോ ഒരു പുരുഷനും ഏതോ ഒരു സ്ത്രീയുമാണ്, അവരെ 2 പേരെയും ഒരു ഖബറിൽ മറമാടൽ എന്താകുന്നു? ഹറാമാണ്. കാരണം അവർക്കിടയിൽ മഹറമിയത്ത് ഇല്ല. ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെ വ്യത്യസ്ത ജിൻസാണ് എന്നതുകൊണ്ട് തന്നെ ഒരേ ഖബറിൽ മറമാടൽ എന്താകുന്നു? കറാഹത്താകുന്നു, ആവശ്യങ്ങളില്ലെങ്കിൽ കേട്ടോ. ഇനി ഒരേ ജിൻസാണ്, അതേപോലെ വ്യത്യസ്ത ജിൻസിൽപ്പെട്ട 2 മയ്യത്തിന് ഒരു ഖബറിൽ ആവശ്യം കൂടാതെ മറമാടൽ മിനിമം കറാഹത്ത് വരും. മഹറമിയത്ത് ഉണ്ടെങ്കിൽ, മഹറമിയത്തോ സൗജിയത്തോ ഇല്ലെങ്കിൽ, ഭാര്യ ഭർത്തൃബന്ധവും ഇല്ലെങ്കിൽ ഹറാമുമാവും. ഇനി ഒരേ ജിൻസിൽപ്പെട്ട 2 പുരുഷന്മാർ ഒരു ഖബറിൽ എന്ത് ചെയ്യുക? മറമാടലും ഹറാമാകുന്നു. ആദ്യമുള്ള മയ്യത്ത് തുരുമ്പി പോകുന്നതിന് മുമ്പ് കൊണ്ടുപോയി മറമാടൽ എന്താകുന്നു? ഹറാമാകുന്നു. അതും തുരുമ്പിപ്പോയതിന് ശേഷമാണെങ്കിൽ പ്രശ്നം ഇല്ല. അപ്പോൾ കിതാബിലേക്ക് നോക്കുക. ഇതൊക്കെയാണ് നമുക്കിന്ന് പറയാനുള്ളത്. വദഫ്നിഹി, നമ്മൾ പറഞ്ഞു വരുന്ന സലാത്തുൽ മയ്യത്തി ഫർദു കിഫായത്തിൻ കൗസ്ലിഹി വതക്ഫീനിഹി വദഫ്നിഹി. വദഫ്നിഹി, മയ്യത്തിന് മറമാടലും ഫർദ് കിഫ ആയതുപോലെ. എവിടെയാണ് മറമാടേണ്ടത്? ഫി ഹുഫ്രത്തിന്, ഒരു കുഴിയിൽ. എങ്ങനത്തെ കുഴി? തമ്മിലവും അത് തടയണം. ബാദ തൊമ്മിഹ, തൊമ്മഹറം മൂടുക, അതിനെ മൂടിയതിന് ശേഷം റായിഹത്തൻ ഐ ലുഹൂറഹ, റായിഹത്ത് വെളിവാവുക, ഇതിൻ്റെ മണം പുറത്തേക്ക് പ്രകടമാവുക, വെളിവാവുക. ലുഹൂർ റായിഹത്തിനെ തടയുന്ന രീതിയിലുള്ള കുഴിയാവണം. വസബുഅൻ, വലിയ മൃഗങ്ങളെയും പിടിമൃഗങ്ങളെയും തടയുന്ന ഐ നബിഷഹു, ആ മൃഗങ്ങൾ മാന്തലിനെയും ലഹ, ആ മയ്യത്തിനെ
ഫയുക്കുലിൽ മൈത്ത എന്നിരുന്ന കബർ മാറി കബറാക്കും ഹുഫ്രത്ത് ലാന ഹുഫ്രത്ത് മാന്തിയിട്ട് എന്ത് ചെയ്യും? ആ മൈത്തിനെ ഭക്ഷിക്കും. അപ്പം സബഇൻ്റെ നബിഷിനെയും റായിഹത്തിൻ്റെ ളുഹൂറിനെയും തടയുന്ന രീതിയിലുള്ള കുഴിയാവണം. ഖറജ ബി ഹുഫ്രത്തിൻ മദ്നിൽ ഹുഫ്രത്ത് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് പുറത്തുപോയി. പുറത്തുപോയി? വളുഹു മയ്യത്തിനെ വെക്കാൻ പാടില്ല എന്ന് കിട്ടി. ബി വജ്ഹിൽ അർളി ഭൂമുഖത്ത് വെക്കുക. എന്നിട്ടോ യുബ്ന അലൈഹി ആ ഭൂമിയുടെ മേൽ ഉണ്ടാക്കപ്പെടുകയും ചെയ്യുക. മാ യംനഉ ദൈനിക മേൽപ്പന്ന രണ്ടെണ്ണം ഏതൊക്കെ? റായിഹത്തിനെയും ളുഹൂർ റായിഹത്തിനെയും നബശു സബഇനെയും തടയുന്ന രീതിയിൽ എന്തെങ്കിലും കോൺക്രീറ്റ് സിമെൻ്റൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു ബിനാ ഉണ്ടാക്കുക. ഈ രീതി പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അവിടെ ഹുഫ്രത്ത് കുഴി ആവണമെന്ന് പറഞ്ഞതുകൊണ്ട് വജ്ഹുൽ അർളിൽ വെച്ചിട്ട് അതിന് മുകളിൽ എന്തെങ്കിലും ബിനാ ഉണ്ടാക്കുന്ന രീതി പുറത്തായി. എങ്ങനെയാണെങ്കിൽ ഹൈസുലം മെത്തൽ ഹുഫ്രു അവിടെ കുഴിക്കൽ ബുദ്ധിമുട്ട് ആയിട്ടില്ലെങ്കിൽ അവിടെ കുഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഹുഫ്റ് കുഴിക്കൽ താഴ്തൂറായിട്ടില്ലെങ്കിൽ. എങ്കിലും മാത്രം വ്യക്തി മരണപ്പെട്ടാൽ ബി സഫീനത്തിന് കപ്പലിൽ വെച്ച് മരണപ്പെട്ടു. താഴ്തറൽ ബറു കരയിലേക്ക് കൊണ്ടുവരൽ പ്രയാസമാവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജാസ ഇൽഖാഹു ആ മരിച്ച വ്യക്തിയെ ഇടൽ അനുവദനീയമാകുന്നു. ഫിൽ ബഹരി കടലിലേക്ക് എറിയാൻ പറ്റും. തസ്കീലുഹു എന്താക്കിയിട്ട് അതിന് ഭാരം വെച്ച് കെട്ടിയിട്ട്. എന്തിനാ ഭാരം? തസ്കീലത്തിനാകുന്നു. റുസുബ അത് താഴ്ന്നു പോകാൻ വേണ്ടി. ഇല്ല അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴ്തുറൽ ബറില്ല എങ്കിൽ തസ്കീൽ കൂടാതെയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കടലിൽ ഇൽക്കാഹ് ചെയ്യാൻ പറ്റുകയുമില്ല. വബി തംനഉ മത്തനിൽ പറഞ്ഞ ദഫ്നിഹി ഫി ഹുഫ്രത്തിൻ തംനഉ റായിഹത്തൻ വസബഅൻ. ഹുഫ്രത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് വജ്ഹുൽ അർള് പുറത്തുപോയി. ഇനി തംനഉ എന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തുപോയി. തംനഉ ദൈനിക ആ റായിഹത്തിനെയും ളുഹൂർ റായിഹത്തിനെയും നബശു സബഇനെയും തടയുക എന്ന വാക്കുകൊണ്ട് പുറത്തുപോയി. മാ യംനഉ അഹദുഹുമാ രണ്ടിൽ ഒന്നിനെ മാത്രം തടയുന്ന രീതി. മണം വരില്ല, പക്ഷെ മൃഗങ്ങൾ മാന്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും പറ്റൂല. അല്ലെങ്കിൽ നേരെ തിരിച്ച്. ഉദാഹരണം ഏതുപോലെ കാനി എഴുത്താദത്ത് സിബാഉദാലിക്കൽ മഹല്ലി ആ നാട്ടിലെ മൃഗങ്ങളുടെ പതിവാകുന്നു. അൽ ഹഫ്ര അവിടെ കുഴി മാന്തൽ മൗത്താഹു മരിച്ച് നമ്മൾ മറമാടി പോകുന്നൊക്കെയാണെങ്കിൽ ആ കവറ് മാന്തുന്നൊരു പതിവ് ആർക്കുണ്ട്? ആ നാട്ടിലെ മൃഗങ്ങളുടെ സ്വഭാവമാകുന്നു. അങ്ങനെയാണെങ്കിലോ ഫൈജു ബിനാ ഉൽ ഖബറിന് മേൽ ബിനാ ഉണ്ടാക്കുന്നൊരു ബിനാകാരൻ ഒരു എടുപ്പുണ്ടാക്കൽ കെട്ടിടം ഉണ്ടാക്കലുണ്ടാവുന്ന നിർബന്ധമാകുന്നു. ബഹൈസൂർ നിലക്ക് യംനഉ ആ ബിനാ തടയും. ബുസൂലഹ ആ മൃഗത്തിൻ്റെ ബുസൂദിനെ ഇലേഹി ഏതിലേക്ക്? ഖബറിലേക്ക് ഈ ഖബർ കുഴിച്ചിട്ട ഭാഗത്തേക്ക് ഈ അനിമൽസിൻ്റെ എൻട്രി തടയുന്ന രീതിയിലുള്ള ഒരു ബിനാ ഉണ്ടാക്കൽ നിർബന്ധമാകുന്നു. അക്മലുഹു ഇതിൻ്റെ ഏറ്റവും ദഫ്നിൻ്റെ ഏറ്റവും അക്മലായ രൂപം ഖബറുൻ വാസിഉൻ ഫി ഉംഖിൻ ആയത്തിൽ ഡെപ്തിൽ വിശാലമായ ഒരു ഖബറാകുന്നു. എങ്ങനെ? ഫി ഉംഖി അർബഅത്തി അസ്റുഇൻ വനിസ്ഫുൻ എത്ര? 4.5 മുഴം. ദിറാഉലിതനുസരിച്ച് 4.5 മുഴം. നമ്മുടെ കയ്യിൻ്റെ മുഴ ഉണ്ടല്ലോ, ആ കണക്കനുസരിച്ച് 4.5 മുഴം ആഴമുള്ള വിശാലമായ ഖബറാകുന്നു. ഇതിൻ്റെ ദഫ്നിൻ്റെ ഏറ്റവും അക്മലായ രൂപം. ഖിബ്ലക്ക് നേരെ കിടത്തലും എന്താകുന്നു? നിർബന്ധമാകുന്നു. എന്ന് മാത്രമല്ല വയുംദബുൽ ഇഫ്ലാഉ ബിഖദ്ദിഹിൽ ഐമൻ വലത് കവിളിനെ ചേർത്ത് വെക്കലും. ഇഫ്ലാഖാന കൂട്ടിവെക്ക ചേർത്ത് വെക്കലും സുന്നത്താകുന്നു. ബഅദ തൻഹിയത്തിൽ കഫൻ എവിടെ അനുഹു ആ ഹദ്ദുൽ ഐമനെ തൊട്ട് കഫൻ പടവ നീക്കിയതിന് ശേഷം ലാൻ ഹവ തുറാബിൻ മണ്ണിലേക്ക് എന്താകുന്നു? ചേർത്ത് വെക്കലും നിർബന്ധമാകുന്നു. മുബാലഅത ഫിൽ ഇസ്തിഖാനത്തി വദുല്ലി ഈ മനുഷ്യൻ്റെ നിസ്സാരതയുടെയും നിന്ദതയുടെയും മേൽ അറിയിക്കാൻ വേണ്ടി. ഇത്രയും നിസ്സാരമാണ് മനുഷ്യൻ. ദുനിയാവിൽ ഇങ്ങനെയൊക്കെ വലിയ മണിമാളികയിലും വലിയ ബെഡിലൊക്കെ കിടന്നുറങ്ങിയ വ്യക്തി ഇനി കിടക്കാൻ പോകുന്നത് കേവലം മണ്ണിൽ മാത്രമാകുന്നു. ഒരു വസ്ത്രത്തിൻ്റെ വ്യത്യാസം, ഒരു ശീലയുടെ വ്യത്യാസം പോലും ഇല്ലാതെ, അതുപോലെ ഒരു ശീല പോലും കൂടാതെ മണ്ണിലാണ് ഇവൻ കിടക്കാനുള്ളത്. ഇവൻ്റെ കവിള് അത്ര മനോഹരമായി ഭംഗിയാക്കി ഇവന് പൗഡറൊക്കെ ഇട്ട് മിനുക്കി നടന്ന ആ കവിള് മണ്ണിൽ കൊണ്ടുപോയി വെക്കാനുള്ളതാണ് എന്ന ഇസ്തിഖാനത്ത് നിസ്സാരതയുടെയും ദുല്ലിൻ്റെയും മേൽ അറിയിക്കാൻ വേണ്ടി അവിടുത്തെ കഫൻ പടവ നീക്കിയതിന് ശേഷം ഹദ്ദുൽ ഐമൻ മണ്ണിനോട് ചേർത്ത് വെക്കലും സുന്നത്താകുന്നു. പിന്നെന്തും സുന്നത്താകുന്നു. തല അല്പം ഉയർത്തി വെക്കലും സുന്നത്താകുന്നു. ബിനഹ്വിലെ ഭിന്നത്തിൻ ഇഷ്ടിക പോലെ അല്ലെങ്കിൽ അല്പം മണ്ണ് കൂട്ടി കണ്ണട വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ഇഷ്ടിക കല്ലെടുത്താണ്ട് ആ തലഭാഗത്ത് വെച്ച് തലയണ വെക്കുന്ന പോലെ അല്പം ഉയർത്തി വെക്കലും സുന്നത്താകുന്നു. ഉവക്കുരിഹ സുന്ദൂക്കുൻ
ഈ ക്രിസ്ത്യൻസൊക്കെ ചെയ്യുന്ന പോലെ പെട്ടിയിൽ മറമാടൽ എന്താകുന്നു, ബോക്സിൽ മറമാടലോ അത് കറാഹത്താകുന്നു. ഇല്ലാലി നെഹവി നെദാവത്തിൻ, നെദാവത്ത് പോലത്തെ കാരണങ്ങളുണ്ടെങ്കിൽ ഒഴികെ. നെദാവത്ത് എന്ന് പറഞ്ഞേക്കാണെങ്കിൽ മണ്ണ് ഊർന്ന് പോവുക, ഉതിർന്ന് വീഴുന്ന സ്ഥലം, മണ്ണിന് ഉറപ്പില്ലാത്ത സ്ഥലമാണ്, മണ്ണിങ്ങനെ ഇടിഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ മറമാടി പോന്നാലും മണ്ണ് ഇടിഞ്ഞിട്ടാക്കാൻ മയത്തിന് മുകളിൽ വീഴാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ പെട്ടി മറമാടാൻ പറ്റും. ഫൈജിവോ അങ്ങനെ യഥാവത്ത് പോലത്തെ കാരണങ്ങളുണ്ടെങ്കിൽ എന്താകുന്നു, സുന്ദൂക്കിൽ മറമാടൽ നിർബന്ധവുമാകുന്നു. വയഹ്റമു ദഫ്നുഹു ബിലാ ശൈഇൻ യംനഉ തുറാബി അലൈഹി. നമുക്കറിയാം, നമ്മളൊക്കെ മറമാടുന്ന സമയത്ത് നിങ്ങളൊക്കെ ദഫ്ന് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ നാട്ടിലൊക്കെ. മറമാടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുകളിൽ മയ്യത്തിൻ്റെ മുകളിലേക്ക് മയ്യത്തിനെ കുഴിയിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ കിടത്തിയതിന് ശേഷം എന്ത് ചെയ്യും, മുകളിൽ ഇഷ്ടിക വെച്ച് കണ്ട് അല്ലെങ്കിൽ വലിയ കല്ല് വെച്ച് കണ്ട് നമ്മൾ ആ ഹോള് മറക്കും. എന്തിനു വേണ്ടി? മുകളിലെ മണ്ണ് മയ്യത്തിൻ്റെ മുകളിലേക്ക് വീയാതിരിക്കാൻ വേണ്ടി. കാരണം എന്താകുന്നു, അങ്ങനെ മണ്ണ് വീഴുന്ന രീതിയിൽ മറമാടൽ ഹറാമാകുന്നു. വയഹ്റമു ദഫ്നുഹു, മയ്യത്തിന് ദഫൻ ചെയ്യൽ ഹറാമാകുന്നു. ബിലാ ഷൈഇൻ, ഒരു വസ്തുവും കൂടാതെ. എങ്ങനത്തെ വസ്തു? യംനഉ വുഖൂഅ തുറാബി അലൈഹി, മയ്യത്തിൻ്റെ മേലിൽ മണ്ണ് സംഭവിക്കലിനെ തടയുന്ന ഒരു വസ്തുവും കൂടാതെ നേരെ ഒരു കുഴി കുത്തി കണ്ട് കുഴിച്ചിട്ടിന് മുകൾക്ക് ഇങ്ങനെ മണ്ണ് മുഴലെന്താകുന്നു, ഹറാമാകുന്നു. ഇനി നേരത്തെ പറഞ്ഞ മസല, വയഹ്റമു ദഫ്നു ഇസ്നൈനി മിൻ ജിൻസൈനി, രണ്ട് വ്യത്യസ്ത ജിൻസിൽപ്പെട്ട ഒരാണിനെയും ഒരു പെണ്ണിനെയും മറമാടൽ ഹറാമാകുന്നു. ബി ഖബറിൻ, ഒരു ഖബറിൽ മറമാടൽ ഹറാമാകുന്നു. എങ്ങനെയാണെങ്കിൽ ഇല്ലം യകുൻ ബൈനഹുമ, ഈ രണ്ട് ജിൻസിൽപ്പെട്ട ആൾക്കാർക്കിടയിൽ ഇല്ലെങ്കിൽ, മഹറമിയത്തുൻ, മഹറമിയത്തില്ലെങ്കിൽ, ഔ സൗജിയത്തുൻ, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമില്ലെങ്കിൽ, അങ്ങനെ വ്യത്യസ്തമായ അജ്നബിയത്തായ അജ്നബിയും അജ്നബിയത്തിനെയും ഒരേ ഖബറിൽ മറമാടൽ ഹറാമാകുന്നു. ഹരിഹിമ, രണ്ടാലൊന്നുണ്ട്, മഹ്റമിയത്തോ സൗജിയത്തോട് കൂടെ, സൗജിയത്തോ മഹ്റമിയത്തോ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നോട് കൂടെ മറമാടൽ എന്താകുന്നു, കുരിഹ, കറാഹത്തായിരുന്നു. ഒരു ആവശ്യമില്ലെങ്കിൽ എന്താകുന്നു, കറാഹത്താകുന്നു. ഇതുപോലെ മുത്തഹരി ജിൻസിൻ, ഒരേ ജിൻസുള്ള ആളെ, ജിൻസൊത്ത രണ്ടാൾക്കാരെ ജമ്മു ചെയ്യൽ കറാഹത്തായതുപോലെ ഫിഹിൻ, ഒരേ ഖബറിൽ ബിലാ ഹാജത്തിന്, ഒരു ആവശ്യവും കൂടാതെ ഒരേ ജിൻസിൽപ്പെട്ട രണ്ടാൾക്കാരെ ഒരു ഖബറിൽ മറമാടൽ കറാഹത്തായതുപോലെ തന്നെയാകുന്നു മഹ്റമിയത്തുള്ള അല്ലെങ്കിൽ സൗജിയത്തുള്ള രണ്ടാൾക്കാരെ ഒരേ ഖബറിൽ മറമാടലും കറാഹത്താകുന്നു. സൗജിയത്തോ മഹ്റമിയത്തോ ഇല്ലെങ്കിൽ ഹറാമു കൂടെയാകുന്നു. വയഹ്റമു ഐളൻ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ജിൻസിൽപ്പെട്ട വ്യത്യസ്ത ആളുകളെ മഹ്റമിയത്തോ സൗജിയത്തോ കൂടാതെ ഒരേ ഖബറിൽ മറമാടൽ എന്താകുന്നു, കറാഹത്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹറാമാന്ന് പറഞ്ഞു. ഒരേ ജിൻസിൽപ്പെട്ട രണ്ട് ആളുകളെ ഒരാവശ്യവും കൂടാതെ ഒരേ ഖബറിൽ മറമാടൽ എന്താകുന്നു, കറാഹത്താകുന്നു. വയഹ്റമു ഐളൻ, വീണ്ടും ഹറാമാകുന്നു. ഇത് ഖാലു മയ്യിത്തിൻ ഇലാ ആഖിറ, ഒരു മയ്യത്തിൻ്റെ ഖബറിൽ മറ്റൊരു മയ്യത്തിനെ പ്രവേശിപ്പിക്കില്ല. ആദ്യം മറമാടി പോകും നമ്മൾ, പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ ഖബറിൽ വേറെ ആളെ മറമാടൽ എന്താകുന്നു, ഹറാമാകുന്നു. ഇനിത്തഹദ ജിൻസൻ, ആ രണ്ട് മയ്യത്തിൻ്റെയും ജിൻസ് ഒന്നാണെങ്കിലും ശരി, എങ്ങനെ മറമാടുക? ഖബല ബലാഇ ജമഇഹി, ആദ്യത്തെ മയ്യത്ത് പരിപൂർണമായി ബലാ നുരുമ്പിപ്പോകുന്നതിന് മുമ്പ്, നുരുമ്പിപ്പോകാതെ അതിൽ ആ കഥയെ ഖബറിൽ വേറെ ഒരാളെ മറമാടൽ എന്താകുന്നു, അത് ജിൻസ് ഒന്നാണെങ്കിലും ശരി ഹറാമാകുന്നു. വയുർജഉ ഫീഹി, ഈ ബലാഇൻ്റെ വിഷയത്തിൽ അവലംബിക്കപ്പെടേണ്ടത് ലിഅഹ്ലിൽ ഖിബ്റത്തി ബിൽ അർളി, ഭൂമിയുമായി പരിചയമുള്ള ആൾക്കാരാകുന്നു. അവർക്കറിയാൻ പറ്റും ഒരു മയ്യത്ത് വെച്ച് എത്ര കഴിഞ്ഞിട്ടാണെങ്കിലാണ് അവിടെ ഈ മണ്ണിൽ, ഓരോ മണ്ണിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഈ നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ മഹല്ലിൽ ഈ മണ്ണിൽ എത്ര വെച്ചാലാണ് എത്ര കാലം കഴിഞ്ഞാൽ ഒരുമ്പി പോവുക എന്ന് നമ്മൾ ആരെയാണ് പരിഗണിക്കേണ്ടത്? മണ്ണുമായിട്ട് പരിചയമുള്ള ആൾക്കാരെ, ഭൂമിയുമായിട്ട് പരിചയമുള്ള ആൾക്കാരെയാണ് നമ്മൾ അതിൽ നമ്മൾ അവലംബിക്കേണ്ടത്. ഇനി എന്ത് ചെയ്തു, അങ്ങനെ നമ്മൾ അങ്ങനെ നുരുമ്പി പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് കാരണം എന്ത് ചെയ്തു, സമയമൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ നുരുമ്പി പോയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മാന്തി നോക്കി. അങ്ങനെ കുഴി പൂർണ്ണമാകുന്നതിന് മുമ്പ് നമുക്ക് എല്ല് കാണാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അത് തുറക്കാൻ പാടില്ല, അതിലേക്ക് വീണ്ടും മണ്ണ് വാരിടൽ നിർബന്ധമാകുന്നു. വലോ ഉചിത ബാദു അളമിഹി, മയ്യത്തിൻ്റെ എല്ലിൽ നിന്ന് അല്പം എത്തിക്കപ്പെട്ടാൽ, ഖബല തമാമിൽ ഹഫ്രി, കുഴി പൂർണ്ണമാകുന്നതിന് മുമ്പ് എത്തിക്കപ്പെട്ടാൽ, വജബ റദ്ദു തുറാബിഹി, ആ മണ്ണിനെ അതിലേക്ക് തന്നെ മടക്കി അത് മൂടൽ നിർബന്ധമാകുന്നു. ഔ ബഅദഹു, ഹഫർ കുഴി കഴിഞ്ഞ് പൂർണ്ണമായ അടിയിലേക്ക് എത്തിയതിനു ശേഷമാണ് കാണുന്നതെങ്കിൽ ഫല, അപ്പോൾ റദ്ദു തുറാബ്, വീണ്ടും മണ്ണതിലേക്ക് മടക്കിയിടൽ നിർബന്ധം ഇല്ല. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ അതിനെടുത്തിട്ട് ആ എല്ല് കുറച്ചെല്ലുള്ളെങ്കിൽ ഇതിനെടുത്തൊരു മൂലക്കിൽ നമ്മൾ കുഴിച്ചിടണം. യജൂസു ദഫ്നു മഅഹു, എന്നിട്ട് ആൽമോട് കൂടെ അല്പം ആൽമ നമ്മൾ കുഴിച്ചതിന് ശേഷമാണ് കാണുന്നതെങ്കിൽ ആൽമോട് കൂടെ ദഫൻ ചെയ്യൽ ജായിസാകുന്നു.
ഇനി വലായുക്രഹു ദഫ്നു ലൈല, രാത്രി ദഫൻ ചെയ്യൽ കറാഹത്തൊന്നുമില്ല. ഖിലാഫൽ ഹസൻ ബസീർ റഹിമഹുള്ളക്കെതിരായിട്ട് മഹാനവകൾ പറഞ്ഞു രാത്രി ദഫൻ ചെയ്യൽ കറാഹത്തൊന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വന്നഹാറു അഫ്റലി ദഫ്നി മിൻഹു, രാത്രിയേക്കാൾ ദഫൻ ചെയ്യാൻ ഏറ്റവും നല്ലത് പകൽ തന്നെയാകുന്നു എന്ന് വിചാരിച്ച് രാത്രി ചെയ്യൽ കറാഹത്തൊന്നുമില്ല. ഇനി മറമാടി കഴിഞ്ഞാലോ വയുറഫഉൽ ഖബറു ഖദര ശിബിരിൻ, ഒരു ചാൺ ഉയർച്ചയിൽ കബർ ഉയർത്തൽ സുന്നത്താകുന്നു. നദുബായിട്ട് ഉയർത്തൽ സുന്നത്താണെന്ന് അർത്ഥം. നമുക്കറിയില്ല, നമ്മൾ കബർ കണ്ടിട്ടുണ്ടാവും, അതിന് അല്പം ഇങ്ങനെ മുകളിൽ പൊന്തി നിൽക്കുന്നുണ്ടാവുമല്ലോ മണ്ണിട്ട് കാണ്ട്. ഒരു ചാൺ ഹൈറ്റിൽ കബർ ഉയർത്തൽ എന്താകുന്നു? സുന്നത്താകുന്നു. തസ്തിഅഹു, കബറിനെ ഇങ്ങനെ തസ്തിഅഹു, അതിനെ പരത്തി വെക്കലാകുന്നു. നമ്മൾ ഒരു ചാൺ ഉയർച്ച വേണമെന്ന് പറയുമ്പോൾ അതെങ്ങനെ കൂർപ്പിച്ച് വെക്കാതെ നിരത്തി വെക്കലാകുന്നു. ഔലാമിൻ തസ്നി, അതിനിങ്ങനെ കൂർപ്പിച്ച് വെക്കലിനേക്കാൾ നല്ല എന്താകുന്നു? അതിങ്ങനെ നിരത്തിയിട്ട് വെക്കലാകുന്നു. വയുന്തബുലിമൻ അല ഷഫീർ ഖബരി, അതുപോലെ തന്നെ ഖബറിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർക്ക്, ഖബറിൻ്റെ അടുത്തുള്ള ഷഫീർ എന്ന് പറഞ്ഞ ഭാഗം, ഖബറിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് സുന്നത്താകുന്നു. അവൻ്റെ 2 കൈകൾ കൊണ്ടും 3 പിടി മണ്ണ് വാരിടൽ സുന്നത്താകുന്നു. നമ്മൾ മയ്യത്തിന് കൊടുക്കുന്ന അവസാനത്തെ ഗിഫ്റ്റാണത്. അവൻ്റെ 2 കരങ്ങൾ കൊണ്ട് 3 പിടുത്തം മണ്ണ് വാരിടൽ സുന്നത്താകുന്നു. എങ്ങനെയാണ് വാരിടേണ്ടത്? ഖായില മഅലൂല, ഒന്നാമത്തെ മണ്ണ് വാരിടുമ്പം ഒന്നാമത്തെ കോരിടൽ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചെല്ലണം മിൻഹാ ഖലഖനാക്കും എന്ന് പറയണം. ഉമാ അസാനിയത്തി, 2ാമത്തെ തവണ മണ്ണിടുമ്പോൾ വഫീഹാ നുഈദുക്കും എന്ന് ചെല്ലണം. ഉമാ അസാലിസത്തി, 3ാം തവണ മണ്ണിടുമ്പോൾ വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖ്റാ, മിൻഹാ ഖലഖനാക്കും, ഈ മണ്ണിൽ നിന്നാകുന്നു നാം നിങ്ങളെ പടച്ചത്. വഫീഹാ നുഈദുക്കും, അതിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കുകയും ചെയ്യും. വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖ്റാ, വീണ്ടും 2ാമതും അതിൽ നിന്ന് തന്നെ, ആ മണ്ണിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളെ ഉയർത്തി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുമെന്ന് എന്നുള്ള ഈ ആയത്തിന് 3 ഭാഗങ്ങളാക്കിയിട്ട് ഓരോ കോറിൻ്റെ കൂടെയും പറയലെന്താകുന്നു? സുന്നത്താകുന്നു. ഇനി മറമാടി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? ഖബറിൻ്റെ തലഭാഗത്ത്, മയ്യത്തിൻ്റെ തലഭാഗത്ത് നമ്മളൊരു പച്ചച്ചെടി കുഴിച്ചിട്ടെന്താകുന്നു? സുന്നത്താകുന്നു. മുഹിമ്മത്തുൻ യുസന്നു വലു ജരീദത്തിൻ ഖലറ, പച്ച ചെടി തൈകൾ കുഴിച്ചിട്ടുള്ള സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. അതിലെ ഖബറിന്മേൽ തെളിവെന്താകുന്നതിൽ എത്തിവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹദീസ് നിങ്ങൾ പഠിച്ചതാണല്ലോ. പിന്നെ എന്തിനു വേണ്ടിയും വലിയ അന്നഹു യുഖഫഫ് അൻഹു, ഈ മയ്യതിനെ തൊട്ട് ശിക്ഷകൾ ലഘൂകരിക്കപ്പെടും. ബി ബറക്കത്ത് തസ്ബീഹ, ഈ ജരീദത്തിൻ്റെ തസ്ബീഹ് കാരണമായിട്ട്, ഈ പച്ച ചെടിയുടെ തസ്ബീഹ് കാരണമായിട്ട് എന്ത് ചെയ്യും? ഈ മയ്യത്തിൻ്റെ അതിൻ്റെ ബർക്കത്ത് കാരണമായിട്ട് മയ്യത്തിന് എന്താക്കപ്പെടും? ശിക്ഷയിൽ ഇളവുണ്ടാകുമെന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ വെക്കൽ പ്രത്യേകം സുന്നത്താകുന്നു. വഖീസ ബിഹ, ജരീദത്തിനെ കുറിച്ചാകുന്നു, ചെടിയെക്കുറിച്ചാകുന്നു ഹദീസിൽ വന്നത്. പക്ഷെ അതിനോട് ഖിയാസാക്കപ്പെട്ടു. മഅതീദ, ചില നാടുകളിൽ പതിവാക്കപ്പെട്ട സംഭവം. മിൻ ത്വറഹിനഹി റയ്ഹാനി റുത്ബി, നല്ല പച്ച റൈഹാൻ പുഷ്പങ്ങൾ കൊണ്ടുപോയി ഖബറിന് മുകളിൽ ഇടുന്ന പതിവുണ്ട് ചില നാട്ടിൽ. കാരണം എന്താകുന്നു? അത് തെളിവെന്താകുന്നു? ഈ പറഞ്ഞ ജരീദത്തിനോട് ഖിയാസാക്കിയതാകുന്നു. അതുപോലെ തന്നെ യഹ്റുമു അഖദു ശൈഉം മിൻഹുമ, ഒരു ജരീദത്ത് കുഴിച്ചിട്ടൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ റയ്യാൻ കൊണ്ടുപോയിട്ടൊക്കെയാണെങ്കിൽ അതിൽ നിന്ന് എടുക്കൽ എന്താകുന്നു? ഹറാമാകുന്നു. മാലം മീബസ, അത് ഉണങ്ങാതെ അവിടെ നാം ആ കവറിൻ്റെ മുകളിൽ നിന്ന് അത് വെട്ടിക്കൊണ്ടുപോകാൻ പോലെന്താകുന്നു? ഹറാമാകുന്നു. അഖദു ശൈഇൻ മിൻഹുമാന ജരീദത്ത് അതല്ലെങ്കിൽ റയ്യാൻ, രണ്ടിലേക്കും നമീർ മടങ്ങും. ഈ 2ൽ നിന്നും അല്പം എടുത്തുകൊണ്ടുപോകൽ ഹറാമാകുന്നു. മാലം മീബസ, അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ. എന്തുകൊണ്ട്? ഇമാഫി അഖദിൽ ഊല, ഒന്നാമത്തേത് എടുക്കുന്നതിലുണ്ടായതിന് വേണ്ടി. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഇത് ജരീദത്ത് എന്തുണ്ടായതിന് വേണ്ടി? മിൻ തഫ്വീത്തി ഹല്ലിൽ മയ്യത്തി, മയ്യത്തിൻ്റെ ഹക്ക് മയ്യത്തിൻ്റെ ഭാഗ്യം നഷ്ടപ്പെടുത്തലാണ്. കാരണം മയ്യത്തിന് ആ ജരീദത്ത് കാരണമായിട്ട് മയ്യത്തിന് എന്ത് കിട്ടുന്നുണ്ട്? തഖ്ഫീഫുൽ അദാബ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് എടുത്തുകൊണ്ടുപോയിക്കാണെങ്കിൽ തഖ്ഫീഫുൽ അദാബ് കുറയും. അപ്പോൾ അതുകൊണ്ട് മയ്യത്തിൻ്റെ ഹക്ക് നഷ്ടപ്പെടുത്തലാകുന്നു. അൽ മഅ്സൂരി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിൽ റസൂലിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മയ്യത്തിന് ഇങ്ങനെ ഉപകാരം ഉണ്ട് എന്ന എന്താകുന്നു? ആ ഹദ് നഷ്ടപ്പെടുത്തലാകുന്നു. വഫിസാനിയത്തി, 2ാമത്തതിലുണ്ടായതിന് വേണ്ടി. 2ാമത്തെ തന്നെ കാണുക റൈഹാൻ ഉണ്ടായതിന് വേണ്ടി. മിൻ തഫ്വീത്തി ഹഖിൽ മയ്യത്തി, മയ്യത്തിൻ്റെ അവകാശം നഷ്ടപ്പെടുത്തലുണ്ടായതിന് വേണ്ടി. എങ്ങനെയാണ് ആ നഷ്ടപ്പെടുത്തൽ? ബി ഇർത്തിയാഹിൽ മലായിക്കത്തിൻ നാസിലിൻ ലിദാലിക, ആ ഖബറിലേക്ക് ഈ നല്ല മണം വരുന്ന സ്ഥലത്ത് എന്തുണ്ടാവും? മലായിക്കത്തുകൾ ഉണ്ടാവുന്നതാണല്ലോ. അപ്പം അതിന് വേണ്ടി ഇറങ്ങി വരുന്ന ആ മലായിക്കത്തുകളുടെ ഇർത്തിയാഹ്, അവരതുകൊണ്ട് എന്തെയും ഇർത്തിയാഹ് ചെയ്യും. അവരുടെ റാഹത്ത് ഇർത്തിയാഹ് നഷ്ടപ്പെടുത്തലുണ്ടായതിന് വേണ്ടി. ഖാലഹു ഷെയ്ഖാന ഇബ്നു ഹജറിൻ വസിയാദിൻ, ഇബ്നു ഹജർ റഹിമഹുള്ളയും ഇബ്നു സിയാദ് റഹിമഹുള്ളയും ഈ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചില നുസ്ഖകളിൽ ഇർത്തിഹാന് പകരം ഇർത്തിഫാഖ് എന്നുള്ളത്.
ബിർത്തിഫായിൽ മലായിക്കത്തിൻ നാസിലിൻ ലിദാലിക. ഈ റയ്ഹാൻ്റെ മണത്തിന് വേണ്ടി നല്ല മണലോടത്ത് എന്തുണ്ടാവും? മലായിക്കത്തിൻ്റെ ഹുദൂർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ നല്ല മണത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന മാലാകമാരുടെ മലായിക്കത്തിൻ്റെ ദൈവത എടുത്തു കൊണ്ടുപോയാൽ പിന്നെ അവരവിടുന്ന് എഴുന്നേറ്റ് പോകും, അവരവിടുന്ന് ഇർത്തിഫ ഉയർന്നു പോകും, പിന്നെ അവർ ആ ഭാഗത്തേക്ക് വരില്ല എന്നതുകൊണ്ട് അവിടെ മയ്യത്തിൻ്റെ ഹക്ക് നഷ്ടപ്പെടുത്തുന്നു എന്ന കാരണം കൊണ്ട് റയ്ഹാനോ അതല്ലെങ്കിൽ ജരീദത്തോ എന്നോ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഉണങ്ങാതെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ പാടില്ല. ഇനി ഖബറിൻ്റെ മുകളിൽ ബിനാ ഉണ്ടാക്കുന്ന മസ്തലയാണ് പറയാനുള്ളത്. ഖബർ കെട്ടിപ്പൊക്കലുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അടുത്തതിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിന് പറയാം. അപ്പോൾ ഇന്ന് പറഞ്ഞതിൽ സംശയങ്ങളുള്ളവരുണ്ടെങ്കിൽ ചോദിക്കുക. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. ഉസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.